ഓക്കെ, നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ ദിശ സോറിയാസിസ് റിസർച്ച് സെന്ററിലാണ്. സോറിയാസിസ് രോഗത്തിന്റെ വിഷമതകൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് സമഗ്ര പരിഹാരം നൽകാൻ ദിശ സോറിയാസിസ് റിസർച്ച് സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മോടൊപ്പം ഇന്നുള്ളത് സെന്ററിലെ ഫിസീഷ്യനായ ഡോക്ടർ KS വിഷ്ണുവാണ്. നമസ്കാരം ഡോക്ടർ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സോറിയാസിസ് രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും. ഡോക്ടർ, സോറിയാസിസിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്? സോറിയാസിസിൻ്റെ കാരണങ്ങൾ എന്നത് പലതാണ്. അതിലേറ്റവും പ്രധാനമായ കാരണം എന്നത് പാരമ്പര്യ ഘടകങ്ങളാണ്. ഏതാണ്ട് 60% സോറിയാസിസ് രോഗികളും പാരമ്പര്യ ഘടകങ്ങളാൽ സോറിയാസിസ് രോഗത്തിലേക്ക് വന്നവരാണ്. പാരമ്പര്യ ഘടകങ്ങളോടൊപ്പം തന്നെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ, അതായത് അമിത മദ്യപാനം, അമിതാഹാരം, പൊണ്ണത്തടി, സ്പൈസിയായ എരിവും പുളിയും ഒരുപാട് കലർന്ന ആഹാരപദാർത്ഥങ്ങൾ, വറുത്ത ഡീപ് ഫ്രൈ ചെയ്ത ആഹാരം തുടങ്ങി നിരവധി ഘടകങ്ങൾ സോറിയാസിസിനുണ്ട്. ഡോക്ടർ, സോറിയാസിസ് തന്നെ നമുക്ക് പല രൂപങ്ങളിൽ കാണാമല്ലോ. സാധാരണയായി നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന സ്കിൻ ഡിസീസസിൽ നിന്നും എങ്ങനെ ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റും? എന്തൊക്കെയാണ് സോറിയാസിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ? സോറിയാസിസിൻ്റെ ലക്ഷണങ്ങൾ നിരവധിയാണ്. സ്കിന്നിലുണ്ടാവുന്ന ചുവന്ന നിറത്തിലുള്ളതോ വെള്ള നിറത്തിലുള്ളതോ പാച്ചുകൾ, നിരന്തരമായി വരണ്ടതും വിണ്ടുകീറിയതുമായ ചർമ്മം, നഖത്തിലെ വിണ്ടുകീറൽ, കട്ടികൂടിയ നഖം, സന്ധികളിലെ നീർക്കെട്ട്, സന്ധികളിലെ കട്ടി കൂടുക, വായിലെ പല്ലുകൾക്കുണ്ടാകുന്ന പുളിപ്പ് തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ സോറിയാസിസിനുണ്ട്. ഇത്തരം ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ ഏതെങ്കിലും സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയോ സോറിയാസിസ് വിദഗ്ധനെയോ കാണുക എന്നതാണ് ചെയ്യേണ്ടത്. ഡോക്ടർ, ആധുനിക വൈദ്യശാസ്ത്രം പല ചികിത്സാ രീതികൾ സോറിയാസിസിന് നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. ഇത് എത്രമാത്രം ഫലപ്രദമാണ്? ആയുർവേദം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് സോറിയാസിസിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഇന്നേവരെ നിർവചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രം സോറിയാസിസിൻ്റെ കാര്യത്തിൽ ഒരു സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. അതായത് രോഗലക്ഷണങ്ങളെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടി അറ്റോപിക് സ്റ്റിറോയിഡുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, അകത്ത് കഴിക്കുന്ന സ്റ്റിറോയിഡുകൾ, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ മുതലായവ നൽകിയാണ് സോറിയാസിസിനെ മാനേജ് ചെയ്തു പോകുന്നത്. ഇത്തരത്തിൽ മാനേജ് ചെയ്തു പോകുന്നത് മൂലം കാലാന്തരത്തിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നതിനും ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി സമഗ്രമായ ഒരു അപ്രോച്ചാണ് സോറിയാസിസിന് ആയുർവേദം നൽകുന്നത്. അതായത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, മെറ്റാബോളിസം ക്രമീകരിക്കുക, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മുതലായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക, സ്കിന്നിന് വന്ന ഡാമേജിനെ കൺട്രോൾ ചെയ്യുക, വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണ നിയന്ത്രണം തുടങ്ങിയ എല്ലാം ചേർന്ന ഒരു സമഗ്രമായ ചികിത്സാ രീതിയാണ് ദിശ സോറിയാസിസ് റിസർച്ച് സെൻ്ററിൽ നൽകി വരുന്നത്. ഡോക്ടർ, സോറിയാസിസിനുള്ള ആയുർവേദ ചികിത്സയിൽ ദിശ എന്നും മുൻപന്തിയിലാണ്. ദിശയിൽ താങ്കൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ദിശ സോറിയാസിസ് റിസർച്ച് സെൻ്ററിലെ സോറിയാസിസ് ചികിത്സ എന്നത് പ്രധാനമായും മെറ്റാബോളിസം, അതായത് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക, ശോധന ചികിത്സ, അതോടൊപ്പം സ്കിന്നിനുണ്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻസിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട താൽക്കാലിക ചികിത്സ, അതോടൊപ്പം ഭാവിയിൽ ഈ രോഗം വരാതിരിക്കുന്നതിനും ടിഷ്യൂവിൻ്റെ റിപ്പയർ, അതായത് നമ്മുടെ സ്കിന്നിനുണ്ടായ നാശത്തെ റിപ്പയർ ചെയ്യുന്നതിനും വേണ്ട ദീർഘകാല ജീവിതശൈലി മാറ്റങ്ങൾ, അതിനുവേണ്ട ഔഷധങ്ങൾ, ഇവയെല്ലാം ചേർന്ന സമഗ്ര ചികിത്സയാണ് ദിശയിൽ നൽകി വരുന്നത്. ഡോക്ടർ, കിടത്തി ചികിത്സയാണ് ദിശയിൽ സോറിയാസിസ് രോഗികൾക്ക് നിർദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഇൻപേഷ്യൻ്റ് ചികിത്സ ഇവിടെ നിർദ്ദേശിക്കുന്നത്? സോറിയാസിസ് എന്നത് ഒരു സൈക്കോസൊമാറ്റിക് രോഗമാണ്. അതായത് രോഗിയുടെ മാനസിക വ്യാപാരങ്ങൾ ഈ രോഗത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രോഗം രോഗിയുടെ സോഷ്യൽ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന ഒന്നാണ്. മറ്റ് രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്കിൻ ഇത്രയും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ രോഗി പലപ്പോഴും പുറം ലോകത്തോട് സംവദിക്കുന്നതിനും ഒക്കെ വളരെ വിമുഖത കാണിക്കുകയും സ്ട്രെസ്ഫുൾ ആവുകയും ചെയ്യാറുണ്ട്. അതിനൊക്കെ വേണ്ട ഒരു മാനസിക പരിശീലനം, അതായത് രോഗി ഈ ദിശ സോറിയാസിസ് റിസർച്ച് സെൻ്ററിൽ താമസിക്കുന്ന സ്വാഭാവികമായിട്ട് 21 ദിവസമോ 28 ദിവസമൊക്കെ ആയിരിക്കും. ഈ ഒരു കാലഘട്ടം കൊണ്ട് രോഗിയുടെ മനസ്സിന് ഈ രോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ തന്നെ സ്വന്തം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഭക്ഷണശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിനൊക്കെ വേണ്ട പാഠങ്ങൾ, പരിശീലനം ദിശ സോറിയാസിസ് സെൻ്ററിൽ നിന്ന് നൽകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സോറിയാസിസ് രോഗികൾക്ക് എപ്പോഴും കിടത്തി ചികിത്സ തന്നെ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ ദിശയിലെ സോറിയാസിസ് ചികിത്സ എന്നത് ഏകദേശം രാവിലെ 6 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഏതാണ്ട് 8 മണിക്കൂറോളം നീളുന്ന നിരന്തരമായ ചികിത്സയാണ് നൽകേണ്ടത്. അതിനൊക്കെ പ്രായോഗികമാകുന്നത് രോഗി ദിശ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കുമ്പോഴാണ്. ഡോക്ടർ, താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് നൽകിയതിന് സോറിയാസിസ് രോഗത്തെപ്പറ്റി, അതിൻ്റെ ചികിത്സകളെപ്പറ്റി, കാരണങ്ങളെപ്പറ്റി, ലക്ഷണങ്ങളെപ്പറ്റി ഞങ്ങളെ എല്ലാവരെയും ബോധവാന്മാരാക്കിയതിനും വളരെയധികം നന്ദി.